ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ ഒരു 10 മിനിറ്റ് എണീക്കാൻ വൈകി പോയിട്ടോ. അപ്പോൾ ഉള്ള അക്രമമാണ് ഈ കാണുന്നത്. ബൊമ്മിക്കുട്ടി വന്നിട്ട് ജനൽ തുറക്കാൻ പറഞ്ഞിട്ട് എൻ്റെ റൂമിൻ്റെ പിന്നിൽ വന്നിട്ട് വിളിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനൊരു ജനലിൽ ഇങ്ങനെ നെറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ, കാരണം വേനൽക്കാലത്തൊക്കെ തുറന്നിട്ട് കിടക്കാമല്ലോ പറഞ്ഞിട്ടേ. അപ്പോൾ അവൾ അവിടെ നിന്നിട്ട് എന്നെ വിളിക്കുകയാണ് തുറക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ തുറക്കാൻ നിന്നില്ല, ഫ്രണ്ടിലത്തെ ഡോറ് തുറക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഇനി ക്യാറ്റ് ഫുഡ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഉണ്ണിപ്പൂച്ച അവിടെ, ബൊമ്മിക്കുട്ടീനെയും ഉണ്ണിപ്പൂച്ചേനൊക്കെ ഞാൻ വർക്ക് ഏരിയയിൽ അടച്ചിട്ടുണ്ടാണ് കേട്ടോ. പക്ഷേ ബൊമ്മിക്കുട്ടി ചാടി വരും, അതിന് ചാടാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അവൾക്കൊന്നും ഉറങ്ങി ബോറടിക്കണമെന്ന് തോന്നിയാൽ പുറത്തേക്ക് ചാടി വരും. ചിലപ്പോൾ രാവിലെ തുറക്കുന്ന സമയത്ത് അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ, ഓരോ മൂഡ് പോലെ. അപ്പോൾ താഴെയുള്ളൊക്കെ വലിയ പൂച്ചകൾ 2 പേരില്ല, 2 പേര് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ. അപ്പോൾ അവർക്കൊക്കെ, ഉണ്ണിപ്പൂച്ചയ്ക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഫുഡ് കൊടുത്തു. അപ്പോൾ ബൊമ്മിക്കുട്ടി വെറുതെ തന്നെ തിരക്കൂട്ടിയതാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ബൊമ്മിക്കുട്ടി കാറ്റ് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനി മുകളിലുള്ളവരെ തുറന്നിട്ട് അവർക്ക് കൊടുക്കുക. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ കാറ്റ് ഫുഡ് കൊടുക്കുമ്പോൾ ചിലവരൊക്കെ മുമ്പ് എനിക്ക് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ പേപ്പറൊക്കെ വിരിച്ച് കൊടുക്കാൻ. പേപ്പർ വിരിച്ചിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല കേട്ടോ, ഒരുപാട് പൂച്ചകളാകുമ്പോഴേ പല 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 ഭാഗത്ത് വെച്ചിട്ടൊക്കെ കൊടുക്കുക. അപ്പോൾ ഈ നടക്കണോണ്ട് മുഴുവൻ ഞാൻ പേപ്പറും പിടിച്ച് നടക്കേണ്ടി വരും. ചോറ് പാലൊക്കെ ഞാൻ പാത്രത്തിൽ വെച്ച് കൊടുക്കും. പിന്നെ നമ്മുടെ വീട് അവിടെയൊക്കെ കോൺക്രീറ്റ് ചെയ്ത സ്ഥലമാണ്, അത് നമ്മൾ നീറ്റായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് അവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കണത് കേട്ടോ. നടക്കാത്ത കാരണം കൊണ്ടാണ്. അപ്പോൾ 5-6 പൂച്ചകളൊക്കെ ഉള്ള സമയത്ത് ഞാനിതുപോലെ പാത്രത്തിൽ ഇങ്ങനെ പാത്രങ്ങളൊക്കെ അവിടെ ഉണ്ട്, അതിൽ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം അത് നടക്കില്ല, ഒരുപാട് 10-16 പൂച്ചകളുടെ പിന്നാലെ പേപ്പറായിട്ട് നടക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഒരു ദിവസം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇനി കുറച്ച് പ്രകൃതി കാഴ്ചകളിലേക്ക് പോവാം. നല്ല രസമാണ് കേട്ടോ, രാവിലെ മയിലും കിളികളും ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. രാവിലെ ഇങ്ങനെ 4 പുറം കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പം ഞാൻ ചെറിയൊരു പ്രകൃതി സ്നേഹിയും കൂടിയാണ്, അത് കാരണം ഇങ്ങനെ കുറച്ച് ഇതിൽ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു പാല് വാങ്ങാൻ പോയി. അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, കുളിച്ചിട്ടാണ് ഇന്ന് പാല് വാങ്ങാൻ പോയത്. അപ്പോൾ ഇനി അവർക്ക് പാല് കൊടുക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ അവർ വെയിറ്റിങ്ങിലാണ് പാലിന് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോയില്ല കേട്ടോ, റോട്ടിലേക്ക് കൊണ്ടുപോയില്ല. ഞാൻ ഇന്ന് അവരെ കൂട്ടിലിട്ട് അടച്ചിട്ടാണ് കേട്ടോ പാല് വാങ്ങാൻ പോയത്. കുറേ പേര് എന്നോട് പറയല്ലോ അങ്ങനെ റോട്ടിലേക്ക് കൊണ്ടുപോകണ്ടാന്ന്. ഞാൻ എൻ്റെ ഒപ്പം കൊണ്ടുപോകുന്നില്ല, ഇത്തിരി ദൂരം. അപ്പോൾ അവർക്കതൊരു രസമാണല്ലോ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കൊണ്ടുപോകണമെന്നാണ് കേട്ടോ. പിന്നെ അത് നോക്കാനും ഒക്കെ കുട്ടികളൊപ്പം ഉണ്ടാവും, അവരെ വിളിക്കാൻ കാറ്റ് ഫുഡിൻ്റെ പാത്രമായിട്ട് അവരെ വിളിക്കാനും നോക്കാനൊക്കെ ആളുണ്ടാവും കേട്ടോ. അല്ലാതെ അവരെ റോട്ടിലിട്ടിട്ടൊന്നും ഞാൻ പോവില്ല. അപ്പം ഇനി കൂട് തുറന്നു കൊടുക്കാം കേട്ടോ. ഇളം ചൂടുവെള്ളം ചേർത്തിട്ടാണ് എല്ലാം പാല് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ പാല് വാങ്ങി വരുമ്പോഴേക്കും കുട്ടികൾ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചൂടുവെള്ളം കപ്പും ഒക്കെ. അപ്പോൾ ഓരോരുത്തരും ഓരോ ഭാഗത്തൊക്കെ ഒറ്റയ്ക്ക് കുടിക്കണവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒറ്റയ്ക്ക് കൊടുക്കുകയാണ്. ചെറിയ കുട്ടികളൊക്കെ കൂട്ടായിട്ട് കുടിക്കും, വലിയ ആൾക്കാരൊക്കെ ഭയങ്കര പത്രാസ, ഒറ്റയ്ക്ക് അത്രേ കുടിക്കുള്ളൂ. അപ്പോൾ ഈ ചെറിയ കുട്ടികൾ ഈ വലിയ ആൾക്കാർ കുടിക്കുന്നുണ്ട് വീണ്ടും ഓടി ഒന്ന് കുടിക്കട്ടോ. അപ്പോൾ അത് കാരണമാണ് ഞാൻ അവർ മതിലിന് മുകളിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലത്തെ അവരുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി അവർ പുല്ല് തിന്നലും ഒക്കെയാണ് കേട്ടോ. അവർക്ക് കുറച്ചൊന്ന് റോട്ടിലേക്ക് ഇറങ്ങി പോവുക അവർ. അതാണ് ഇപ്പോൾ ഒരു വിഷമം കേട്ടോ, എപ്പോഴും ഇപ്പോൾ ഇങ്ങനെ പൂട്ടിയിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനപ്പോൾ വിചാരിക്കും കേട്ടോ, ഏതെങ്കിലും ഒരു കാടിൻ്റെ വലിയ തൊടിയുടെ നടുവിലൊക്കെ ആയാൽ മതിയായിരുന്നു വീട് എന്ന് വിചാരിക്കും. അപ്പോൾ പിന്നെ അവർ എത്ര നടന്നാലും എവിടെ എത്തില്ലല്ലോ, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല.
അങ്ങനെയൊക്കെ വിചാരിക്കട്ടോ, എന്താ ചെയ്യുക, നമ്മുടെ വീട് റോഡ് സൈഡായി പോയി. അപ്പോൾ ഇതാ അവർ പുല്ല് തിന്നാൻ പോവാണ്. അപ്പോൾ ഞാൻ അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഈ വണ്ടി കൊണ്ട് പോണവരൊക്കെ നല്ല ശ്രദ്ധിച്ചിട്ടാണ് പോവുള്ളൂ കേട്ടോ. പൂച്ചക്കുട്ടികളുണ്ട് പറഞ്ഞാൽ അവർ പതുക്കെ മാറിയിട്ടേ പോവുള്ളൂ കേട്ടോ. അല്ലാതെ അങ്ങനെ അവർ തട്ടിമുട്ടി ഓടിച്ചിട്ടൊന്നും അവർ പോവില്ല കേട്ടോ. നമ്മളെ വേറെ എല്ലാ ആൾക്കാരൊക്കെ ഒരുവിധം ആൾക്കാരൊക്കെ ഇവരെ കണ്ടു കഴിഞ്ഞാൽ വണ്ടി നിർത്തിയിട്ടും അങ്ങനെ കേട്ടോ പോവുള്ളൂ. അല്ലാതെ ചില മനുഷ്യർ മാത്രമാണ് അങ്ങനെ ഒരു ഇടംപുറമില്ലാതെ പോവുള്ളൂ. അപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ ചായ വയ്ക്കാൻ പോവാണ് കേട്ടോ, ശർക്കര ചായ വയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ ചായയും പാലും വെള്ളം കൂടിയൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു 2.5 ഗ്ലാസ് പാലെടുക്കും, 1.5 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടാട്ടോ ചായ വയ്ക്കുക. അപ്പോൾ ഇന്ന് ബാവേട്ടില്ല, അപ്പോൾ ഇന്ന് എനിക്കും കുട്ടികളും മാത്രമേ ഉള്ളൂ, അപ്പോൾ ഞങ്ങൾക്ക് മാത്രം മതി. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ അടുക്കളയിലേക്ക് ഇങ്ങനെ സൂര്യഭഗവാന്റെ വെളിച്ചം ഇങ്ങനെ വരും കേട്ടോ. അപ്പം നമുക്ക് എല്ലാ ഭൂമിയിലെ സർവ്വചരാചരങ്ങൾക്കും വെളിച്ചം തരുന്ന അദ്ദേഹത്തെ ഒന്ന് തൊഴും. അങ്ങനെയാണ് എല്ലാ ദിവസവും രാവിലെ തുടങ്ങുക കേട്ടോ. അപ്പം ഞാൻ എൻ്റെ പുരുക്കം കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ മൊബൈലിൽ കണ്ടപ്പോൾ ഞാൻ നോക്കുകയാണ്. ഞാനൊന്നും ചെയ്യില്ല കേട്ടോ, ത്രെഡ് ചെയ്യുക, ഫേഷ്യൽ ചെയ്യുക. സത്യം പറഞ്ഞാൽ ഞാൻ പൗഡറും കൂടി അങ്ങനെ ഇടാത്ത ഒരാളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കാട്ടുവാസിയാണ് കേട്ടോ. അപ്പം എന്നെ പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എനിക്ക് ഒന്നിനും താല്പര്യമില്ല കേട്ടോ, അങ്ങനെ മതി എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ ഈ കുട്ടികളുടെയൊക്കെ പിന്നാലെ ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്തൊക്കെ മുറ്റത്ത് കൂടെ നടന്ന് ഉച്ച നേരത്തൊക്കെ നല്ല വെയിൽ കൊള്ളുമ്പോൾ കണ്ണിൻ്റെ താഴെ കരിവാളിപ്പൊക്കെ വരും. പിന്നെ 4 ദിവസം കഴിഞ്ഞാൽ അത് പോവും. അങ്ങനെയൊക്കെ മതി എന്ന് വിചാരിക്കും. പിന്നെ ഇതാ ചായയൊക്കെ റെഡിയായി കേട്ടോ. ചായയൊക്കെ റെഡിയായിട്ട് അപ്പോൾ ഇതാ ചായയൊക്കെ എടുക്കുകയാണ്. രാവിലെ നല്ലൊരു ചായ കുടിക്കണം കേട്ടോ. എനിക്ക് ശർക്കര ചായ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഞങ്ങളെല്ലാവരും ശർക്കര ചായയാണ് കേട്ടോ കുടിക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ, നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. പഞ്ചസാര വെളുത്ത വിഷം എന്നല്ലേ പറയുക. അപ്പോൾ ശർക്കര ഒരു 3 ഗ്ലാസ് ചായക്ക് ഒരച്ച് ശർക്കര ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇനി അതവിടെ ഒരു ഭാഗത്തിരുന്ന് കുടിക്കട്ടെ. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പൂച്ചക്കുട്ടികൾക്ക് ഇതാ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നത്തലാണ് കേട്ടോ ഉണ്ടായിരുന്നത്. നത്തലിൽ കുറേ അയില കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് ക്ലീൻ ചെയ്യുമ്പോൾ ഇവിടെ ചെറിയ പൂച്ചകളെ ഞാനിങ്ങനെ മുകളിൽ അടച്ചിട്ടിട്ടോ ക്ലീൻ ചെയ്യുക. അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്താവും കേട്ടോ, അവരുടെ ബഹളം സഹിക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ പൂച്ചക്കുട്ടികളെ നോക്കുക എന്നുള്ളത് നല്ലൊരു ടെൻഷൻ പിടിച്ച പരിപാടിയാണ് കേട്ടോ. ഓരോ സമയത്ത് അവരിങ്ങനെ പ്രസവിച്ചിട്ടും പൂച്ചക്കുട്ടികൾ ഒരുപാട് കൂടി വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു പിടിയില്ലാതെ പോയി കേട്ടോ. അപ്പോൾ 1 2 പൂച്ചക്കുട്ടികളെയൊക്കെ വളർത്തണവർ അപ്പം തന്നെ പ്രസവം നിർത്തണം കേട്ടോ. പിന്നീട് പതുക്കെ ആയിട്ട് കുറേ ആയിട്ട് നിർത്താന്ന് പറഞ്ഞാൽ നടക്കില്ല കേട്ടോ. എൻ്റെ അവസ്ഥയാവും, കഷ്ടപ്പെടേണ്ടി വരും കേട്ടോ. അപ്പോൾ 2 3 പൂച്ചക്കുട്ടികളൊക്കെ ഉള്ളവർ പ്രസവം നിർത്തണം. പിന്നെ നിങ്ങൾക്ക് ആ മാത്രം നോക്കിയാൽ മതിയല്ലോ. അല്ലെങ്കിൽ ഇതാ എൻ്റെ അവസ്ഥയാവും. ഇപ്പം എനിക്ക് പ്രസവം നിർത്തുക പറഞ്ഞാൽ എത്ര പേര് പ്രസവം നിർത്തണം, അവരെയൊക്കെ കൊടുന്ന് നോക്കുക എന്നുള്ളതൊക്കെ ആലോചിക്കുമ്പോഴേ എൻ്റെ തല കറങ്ങുകയാണ് കേട്ടോ. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാ മീനൊക്കെ ക്ലീൻ ചെയ്തു. വലിയ പൂച്ചകൾക്കൊക്കെ കുറച്ച് പച്ചമീൻ ഇട്ട് കൊടുത്തു. പിന്നെ മീനൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇതാ ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മീനൊക്കെ കൂട്ടി കുഴച്ചിട്ട് ചോറ് കൊടുക്കുകയാണ് കേട്ടോ. മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ അത് 2 3 ദിവസത്തേക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോഴേക്കും ഞാൻ പിന്നെ കുട്ടികളെയൊക്കെ പൂച്ചക്കുട്ടികളെയൊക്കെ തുറന്നു വിട്ടു. അപ്പോൾ അവർ നല്ല ഹെൽപ്പാണ് കേട്ടോ. അവർ വീട്ടിലുള്ളപ്പോൾ നല്ല ഹെൽപ്പാണ്. വീട്ടിലില്ലാത്തപ്പോൾ അവർക്ക് ക്ലാസ്സൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ അതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. ഇപ്പം അവർക്ക് വെക്കേഷനുള്ള കാരണം കൊണ്ട് അവർ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അവരെ അടയ്ക്കാനും പിടിക്കാനും അവിടെ മോള് ക്ലീൻ ചെയ്യാനൊക്കെ ചിലപ്പോൾ അവർ ചേച്ചിയനിയത്തി മാറി പോയിട്ടൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ ഇതിൽ മുഴുവൻ പേരില്ല കേട്ടോ, കുറച്ച് പേര് അപ്പുറത്തിരുന്നിട്ടൊക്കെ ഊണ് കഴിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്ന സമയത്ത് ഞാൻ നായയെ നോക്കിട്ടോ. നായ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഞാൻ ബിസ്ക്കറ്റും ഇന്ന് കുറച്ച് പാലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് ഷൂട്ട് ചെയ്യാനൊന്നും നിന്നില്ല, കാരണം ഞാൻ എല്ലാ ഫുഡ് കൊടുക്കണമെന്ന് ഞാൻ ഷൂട്ട് ചെയ്യില്ല കേട്ടോ. ജസ്റ്റ് ചിലത് മാത്രം ഇങ്ങനെ എന്തെങ്കിലും ഇടാന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് എടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ചോറ് എടുത്ത് വെച്ചിട്ട് ആളെ കാണാനേ ഇല്ല കേട്ടോ. കുറച്ച് നേരം നോക്കി, ഇനിയിപ്പോൾ എപ്പോഴാണ് വരികയാണോ, ഇനിയിപ്പോൾ പോയോ, ഇനിയിപ്പോൾ എപ്പോഴാണ് വരിക എന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതാ അവിടെ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും ഓരോരോ ഭാഗത്ത് ഇങ്ങനെ കാമായിട്ട് കിടക്കുന്നുണ്ട്. അവർ നല്ല ഹാപ്പിയാണ് കേട്ടോ. അവർക്ക് മീൻ കൂട്ടിയിട്ട് ചോറുണ്ട് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. വയറ് നിറച്ചുണ്ണണം, തോനെ ചോറുണ്ണണം. അപ്പോൾ ഇതാ ഞാനിങ്ങനെ മുകളിലേക്ക് പോയപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്യാൻ കേട്ടോ. പൂച്ചക്കുട്ടികളുടെ പാറമണലാണ് കേട്ടോ ഞാൻ ഇവർക്ക് അപ്പിടാൻ വേണ്ടിയിട്ടൊക്കെ വെക്കുക. നമ്മുടെ വീടിൻ്റെ ബാക്കി പാറമണലുള്ള കാരണം കൊണ്ട് നമുക്കതൊരു സൗകര്യമായി. അല്ലെങ്കിൽ മണ്ണൊക്കെ താഴത്തുനിന്ന് എടുത്ത് മുകളിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. അത് പിന്നെ തിരിച്ചു കൊണ്ടുപോകും വേണ്ടേ. അപ്പോൾ അത് അവർക്ക് ഇവിടെ
നല്ലോണം സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ കളിക്കാനൊക്കെ, 2-3 റൂമൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് അവളാണ് കേട്ടോ ഇന്ന് ചെറിയ ആളാണ് ക്ലീൻ ചെയ്യും, ചിലപ്പോൾ വലിയ ആളും ക്ലീൻ ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ അവരെന്നെ സഹായിക്കട്ടോ. ഈ പ്രായമുള്ള കുട്ടികൾ സാധാരണ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. അപ്പോൾ ഇവരിങ്ങനെ ചെയ്യുകയാണെങ്കിൽ വിഷമമാണ് ഞാൻ ചെയ്തുകൊണ്ട് എന്നൊക്കെ പറയും. എന്നാലും മിക്കവാറും ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യുക. അപ്പം ചില ദിവസമൊക്കെ ഇവർ ചെയ്യും. അവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കി ഇടുകയൊക്കെ ചെയ്യും കേട്ടോ. വെള്ളമൊക്കെ പൂച്ചക്കുട്ടികളുടെ വെള്ളമൊക്കെ മാറ്റി വെക്കും, അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. ഹെൽപ്പ് ചെയ്യും കേട്ടോ. വീട്ടിലുള്ള സമയത്ത്, ക്ലാസ്സുള്ള സമയത്ത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ ഇന്ന് എന്താ വെച്ചാൽ ഉച്ചയാകുമ്പോഴേക്കും പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിന്ന് ഭയങ്കര സന്തോഷത്തിലാണ് ഗുരുവായൂർക്ക് പോവാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ കൊല്ലം വൈശാഖ മാസത്തിലാണ് ഞാൻ വൈശാഖ മാസം 1-ാം തീയതി ഗുരുവായൂർ പോയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ മാസം ഇതും വൈശാഖ മാസമല്ലേ, അപ്പോൾ ഒന്ന് ഭഗവാന്റെ അടുത്തേക്ക് പോവാൻ പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ ഞാനും ഞങ്ങൾ ഹസ്ബൻഡും കുട്ടികളും ഉണ്ട്, പിന്നെ ഇത് അമ്മയുണ്ട് ഏട്ടനും ഉണ്ട് കേട്ടോ. അവരെ വീട്ടിൽ വന്ന് അവരെയും കൂട്ടിയിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് പോണത്. അപ്പോൾ ഇത് അമ്മ കയറി, ഏട്ടൻ ഫ്രണ്ടിൽ കയറിയിട്ടുണ്ട്, അച്ചു പിന്നിലിരുന്നു, ഞാനും അമ്മയും അഞ്ചും കൂടി ഇവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ അച്ചു പിന്നിലിരിക്കണം എന്താ വെച്ചാൽ അവൾക്ക് ഇങ്ങനെ ഓരോ പാട്ടുകൾ അവൾ പ്ലേലിസ്റ്റൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളിങ്ങനെ ഓരോ പാട്ടുകൾ വെക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഭഗവാനെ തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എന്താ അങ്ങനെ കൊല്ലത്തിലൊരിക്കലാണ് കേട്ടോ മുമ്പൊക്കെ 3-4 മാസമൊക്കെ കൂടുമ്പോൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അങ്ങനെ നടക്കുന്നില്ല. അപ്പോൾ എന്തായാലും കൊല്ലത്തിലൊരിക്കൽ പോകാൻ പറ്റുന്നുണ്ട്, അതന്നെ ഭാഗ്യം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ വണ്ടിയൊക്കെ അവിടെ നിർത്തിയിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മ, അതെൻ്റെ ഏട്ടനാണ്. ഏട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 വയസ്സിൻ്റെ മൂപ്പേ ഉള്ളൂ കേട്ടോ. അവൻ എന്നേക്കാളും 1 വയസ്സ് 8 മാസത്തെ മൂപ്പേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് അമ്പലത്തിലേക്ക് എത്തി. ഇത് അവിടെയൊക്കെ പുതിയതായിട്ട് പണിത ഭാഗങ്ങളാണ് കേട്ടോ അതൊക്കെ, ഈ തൂണും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് അമ്പലത്തിലേക്ക് എത്തി. അപ്പോൾ ഞാൻ എന്താണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഒരു പുസ്തകത്തിൽ ഭഗവാന്റെ നാമങ്ങൾ എഴുതും കേട്ടോ. അപ്പോൾ 1 വർഷമൊക്കെ ആവും അത് എഴുതി. കഴിഞ്ഞ മാസം വൈശാഖ മാസത്തിൽ എഴുതാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു കഷ്ടിച്ച 1 മാസം 2 മാസത്തോളം മുമ്പാണ് കേട്ടോ എഴുതി കഴിഞ്ഞത്. അങ്ങനെ നമുക്ക് സമയം കിട്ടണ്ടേ, രാത്രി വിളക്ക് വെച്ച് നാമൊക്കെ ചൊല്ലി കഴിഞ്ഞിട്ട് ഞാൻ ഇത്തിരി നേരെ എഴുന്നിട്ട് എഴുതണതാണ് കേട്ടോ. അങ്ങനെ കുറേ ദിവസം ഇരുന്നിട്ടാണ് അത് എഴുതി കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അത് ഭഗവാന് വേണ്ടിയിട്ട് അത് കൊണ്ടുപോയിട്ട് സമർപ്പിക്കും കേട്ടോ. പിന്നെ ഏകാദശിയൊക്കെ എടുക്കുന്ന സമയത്ത് ദ്വാദശിപ്പണമൊക്കെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെക്കില്ലോ. അപ്പോൾ ആ ദ്വാദശിപ്പണം ഭഗവാന് സമർപ്പിക്കും. അപ്പോൾ ഭഗവാന്റെ നാമങ്ങൾ എഴുതിയ പുസ്തകം സമർപ്പിക്കും. അപ്പോൾ അതാണ് ഞാൻ ഭഗവാന് കൊടുക്കുന്ന ഒരു പ്രസാദം എന്ന് പറയുന്നത് അത് തന്നെയാണ് കേട്ടോ. വേറെ ഇപ്പോൾ ഒന്നും നമ്മുടെ അടുത്ത് അങ്ങനെ ഇല്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. എന്നിട്ട് നമ്മളിതാ ചാവക്കാട് ബീച്ചിലേക്ക് പോയി കേട്ടോ. അപ്പോൾ അവിടെയുള്ള ഫോട്ടോ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ബീച്ചിലേക്ക് നടക്കുകയാണ്. അപ്പോൾ കറക്റ്റ് സൂര്യാസ്തമയ സമയത്താണ് കേട്ടോ നമ്മളവിടെ എത്തിയത്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതാ ഏട്ടനും കുട്ടികളും കൂടിയൊക്കെ ഫോട്ടോ എടുക്കുന്ന പരിപാടിയൊക്കെയാണ്. അപ്പോൾ അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 400 രൂപയാണ് ബോട്ടിൽ പോകാനൊക്കെ. അപ്പോൾ നമ്മൾ അതിലൊന്നും കയറിയില്ല. നമ്മളിവിടെ നിന്ന് അമ്മ വെള്ളത്തിലേക്കൊന്നും ഇറങ്ങില്ല. അപ്പോൾ അമ്മയ്ക്ക് കടൽ കാണണം എന്ന് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ. നമ്മളിങ്ങനെ വരുന്ന സമയത്തൊക്കെ കടലിലേക്കൊക്കെ ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിർബന്ധത്തിന് വേണ്ടിയിട്ട് വന്നത്. എന്നിട്ട് അമ്മ വെള്ളത്തിലൊന്നും ഇറങ്ങില്ല. അമ്മ അവിടെ ഇരുന്നിട്ട് അതൊക്കെ ഇങ്ങനെ കാണുക. എല്ലാവരും അമ്മയ്ക്ക് കുറേ ആൾക്കാരെ കാണുന്നത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പം എന്നിട്ട് അമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മളങ്ങനെ പോയതാണ്. അപ്പോൾ ഇതാ കുട്ടികളിങ്ങനെ ഫോട്ടോ എടുക്കൽ തന്നെയായിരുന്നു കേട്ടോ. അവർക്ക് ഇങ്ങനെ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇടാനും ഒക്കെ വേണ്ടിയിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് നമ്മുടെ ടെൻഷൻ പിടിച്ച ജീവിതത്തിൽ സ്ട്രെസ്സൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെയുള്ള ചെറിയ യാത്രകളൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഫാമിലിയായിട്ട് എവിടേക്കെങ്കിലും പോവുക പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇതേപോലെ അമ്പലം ഇതേപോലെ ഇങ്ങനെ ബീച്ചിലേക്കൊക്കെ വരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഇരുന്നാൽ തന്നെ നമ്മൾ ആ ഉപ്പ് കാറ്റ് ഏൽക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സുഖമാണ് കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ ഭയങ്കര രസമാണ്. അപ്പോൾ അവിടെയൊക്കെ അങ്ങനെ ബോട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ സൂര്യാസ്തമയ സമയമൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുറേ നേരം അവിടെ ചിലവഴിച്ചു. അതിന് ശേഷമാണ് നമ്മൾ വീട്ടിലേക്ക് പോണത് കേട്ടോ. അപ്പോൾ 5 വെച്ചൊക്കെ നല്ലോണം നനഞ്ഞു വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ ബാവട്ടെ അങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്. ബാവൻ്റെ വണ്ടിയിലൊക്കെ മണലാവും പറഞ്ഞിട്ട്. ബാവൻ്റെ ആണെങ്കിൽ പിറ്റേ ദിവസം പുലർച്ചെ ഓട്ടോ ഉണ്ട്.
അപ്പോൾ അതവിടെ ഉപ്പുമാങ്ങയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് വാങ്ങി കേട്ടോ. പക്ഷെ അത് നന്നല്ലായിരുന്നു കേട്ടോ. വാട്ടമാങ്ങയായിരുന്നു, വാടിയ മാങ്ങയാണ് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. വെറുതെ നമ്മുടെ പൈസയൊക്കെ പോയി. നമ്മുടെ എന്താ പറയുക, നമ്മൾ ഉപ്പുമാങ്ങയൊക്കെ നല്ല സ്വാദല്ലേ കണ്ടിട്ട് വാങ്ങിയതാട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞു. നമ്മളങ്ങനെ വീട്ടിലേക്ക് ഫുഡും കഴിച്ചിട്ട് മടങ്ങുകയാണ് കേട്ടോ. നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു മഴയത്ത് ഇങ്ങനെ പോവാൻ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്നും വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ സ്നേഹത്തോടെ നിർത്തുന്നു കേട്ടോ. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ.